ഹായ്, ഒരു 5 മിനിറ്റ് നീളമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. ന്യൂഡൽഹിയിലുള്ള സുലഭ് ഇൻ്റർനാഷണൽ മ്യൂസിയം ഓഫ് ടോയ്ലറ്റ്സിലാണ് ഞങ്ങൾ ഉള്ളത്. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ബൊഗൈൻവില്ല പൂക്കളൊക്കെ ആയിട്ട് നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ. അതെൻ്റെ പേഴ്സണൽ പിക്സ് ആയതുകൊണ്ട് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓരോരോ രാജ്യത്തിൻ്റെ ഓരോ ടോയ്ലറ്റ് മോഡൽസാണ് കാണിക്കുന്നത്. ആദ്യം കയറുന്നതിന് മുമ്പ് ഓപ്പൺ മ്യൂസിയമാണ്. അവിടെ നമ്മുടെ രാജ്യത്തിന് തന്നെ ബ്രിക്ക് വെച്ചിട്ട് പണ്ട് നമ്മൾ കെട്ടിയിരുന്നത് ഇതൊക്കെ നമ്മുടെ ശൗചാലയങ്ങളാണ്. ഇത് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇപ്പം നമ്മുടെ പഴയ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ഒക്കെ കൂടി ചേർത്തിട്ട് കുറേ സ്ലൈഡ്സ് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹാരപ്പൻ, മൊഹൻജദാരോ, തക്ഷശില ഈ സിവിലൈസേഷൻസിലൊക്കെ യൂസ് ചെയ്തിരുന്ന വലിയ വലിയ ടോയ്ലറ്റ്സ് തൊട്ടിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ജാപ്പനീസ് കൊമോഡ് വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഹാൻഡിലാണെന്ന് തോന്നുന്നു. ഇനി ആദ്യമായിട്ട് യൂസ് ആൻഡ് പേ ടോയ്ലറ്റ് വന്ന വർഷം അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെനിക്ക് ഇത്രയും കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ്ലറ്റിനെ ആദ്യം കാണിച്ചെന്നുള്ളൂ. ഈ സീറ്റിൽ തന്നെ നമുക്ക് ഇരിക്കാം, എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ. ഇത് ഒരു ക്വീൻ ഇരുന്നിരുന്ന കസേരയാണത്രേ. ഇതിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാവാം. പല പല രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഉണ്ട്. ഇത് ഏറ്റവും കുഞ്ഞിട്ട് വാഷ്റൂമാണ്. അതായത് നമുക്ക് ചെറുതായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് കണ്ട് ഒരു ബുക്കിൻ്റെ മോഡലിലാണ് അതിലിരിക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ എന്തെങ്കിലും ക്യാരംസോ അങ്ങനെ എന്തെങ്കിലും കളിച്ചതിന് ശേഷം ഒരു ടീപ്പോ ആണ്. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ പൊക്കുക, പോട്ട് ചെയ്യുക. ഇതാണ് അവർ പറയുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാഷ്റൂം, അല്ല കൊമോഡ്. ഇപ്പോൾ ഇതിങ്ങനെ സീറ്റായിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ തുറക്കുക, ഇതിൽ തന്നെ ഇതൊക്കെ അവസാനം ഇത് റിമൂവ് ചെയ്യാൻ ആൾ വരും. നമുക്ക് അടുത്തത് കാണാം. ഇത് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ട് നിന്നുകൊണ്ടൊക്കെ ചെയ്യുന്ന ഇപ്പോൾ ജെൻസിൻ്റെ വാഷ്റൂമിൽ കാണുന്നത്. ഇത് നേരത്തെ ഉള്ളതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ അവർ കുഞ്ഞായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ മോഡലാണ് കേട്ടോ. അതുകൊണ്ട് കൈ കൊണ്ടൊക്കെ തൊടുന്നത്. ഓക്കെ, ഓരോരോ ടൈപ്പ് ടോയ്ലറ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നല്ല രസമായിരിക്കും. കണ്ടോ, എലിഫൻറ്റിൻ്റെ ടോയ്ലറ്റാണ്. ഇത് തായ്ലൻഡിൽ ആനകൾക്ക് വേണ്ടിയിട്ടും അവർ ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത്രേ. ഇത് സാധാ ചെയർ അതിൽ പൊക്കി വയ്ക്കുക. ഇതൊരു മോഡേൺ ടോയ്ലറ്റാണ്. ഇത് പ്രോട്ടോടൈപ്പാണ്. ഇത് ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ വരാൻ പോകുന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അത് തുറക്കാനും അങ്ങനെയൊന്നും പറ്റുന്നില്ല. ഇനിയുള്ളത് നാസയിൽ യൂസ് ചെയ്തിരുന്ന, അതായത് നമ്മൾ ബഹിരാകാശത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടോയ്ലറ്റാണ്. അതിൻ്റെ മോഡൽ ഇങ്ങനെ വന്ന് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതങ്ങനെ ഫുള്ളായിട്ട് കാണിച്ചില്ല. മൈക്രോഗ്രാവിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടോയ്ലറ്റാണ്. ഇനി നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും ടെൻറ്റൊക്കെ കെട്ടിയിട്ട് എങ്ങനെ പോവാം എന്നുള്ളതാണ്. ഇത് നമുക്ക് കളയാനും എളുപ്പമാണ്. അത് മാന്യൂർ ആയിക്കോളും പെട്ടെന്ന്. ഗ്രീൻ ബാഗുണ്ട്. ആ ബാഗിൽ എടുത്തിട്ട് നമുക്ക് അതേപോലെ ഈ പ്ലാസ്റ്റിക്കും മൈക്രോ ഡിഗ്രേഡബിളാണ്. ഇത് പഴയ ടോയ്ലറ്റാണ്. ബേസിനിൽ സാധിക്കുക കൊണ്ട് കളയുക. ടംബ്ലർ ഷേപ്പിലുള്ളൊരു ടോയ്ലറ്റ്. ഇത് കാലൊക്കെ അസുഖമുള്ളവർക്കാണ്. നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ഇന്ത്യൻ ടോയ്ലറ്റിൻ്റെ മേളിൽ കൂടെ ഇതുപോലൊരു അടപ്പുണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അത് ഇരിക്കുക. ബട്ട് ഇത് ഓരോ രാജ്യത്തിൻ്റെ ഓരോ മോഡലാണ് കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്ക് ഉള്ളതാണ്. നമ്മുടെ നാട്ടിലെ പോട്ടിയൊക്കെ തന്നെയാണ്. ഓരോ വീട്, അതിൻ്റെ എങ്ങനെ സീവേജ് ലൈൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ആ കണക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊരു മോഡേൺ മെഡിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊമോഡാണ്. നമ്മുടെ ആങ്കിൾ ഒക്കെ വെച്ചിട്ട് കാല് സ്ലിപ്പാവാതിരിക്കാനും കാലിന് കുറച്ചും കൂടി ഹീലിംഗ് ആയിട്ടുള്ള അങ്ങനെ ഒരു വാഷ്റൂമാണ്. ഇതൊരു ഇലക്ട്രോണിക് സാധനമാണ്. ഇതിലിട്ട് കഴിയുമ്പോൾ അപ്പം തന്നെ ഇത് കത്തിപ്പോയിട്ട് മാന്യൂറായി മാറും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കൂടി നമുക്കത് റിമൂവ് ചെയ്യാം. കണ്ടോ, ഈ പൊട്ടി നമുക്ക് അടിയിൽ കൂടി ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ചെടിക്ക് വളമായിട്ട് യൂസ് ചെയ്യാം. ഇനിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് കണ്ടോ, ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. അടുത്ത് കാണിക്കാൻ പോകുന്ന ജാപ്പനീസ് ടോയ്ലറ്റാണ്. ഇത് ഞാൻ പല പേജുകളിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് റിലാക്സിങ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് അതിലുണ്ട്. നമുക്ക് മസാജും എല്ലാം ചെയ്യാൻ പറ്റും. ചൂട് വേണമെങ്കിൽ ചൂട്, തണുപ്പ് വേണമെങ്കിൽ തണുപ്പ്, അങ്ങനെയൊക്കെയാണ് ആ കൊമോഡ്. ഇത് വേറൊരു മോഡേൺ കൊമോഡാണ്. ഇതധികം വിപണിയിൽ എത്തിയിട്ടില്ല. ഇറ്റാലിയൻ സംതിങ് ആണ്. വെള്ളം റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ജാപ്പനീസുകാർ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതൊരു എയർ ഫ്രയർ ടൈപ്പ് എന്താണെന്നറിയില്ല. എന്ന് വെച്ചാൽ ഇത് എന്താ പറയുക, ഇൻസിനറേറ്റർ ടൈപ്പാണ്. ഫ്ലഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ബേസിക്കലി ഇത് ഡീഗ്രേഡ് ആവും. പക്ഷേ അത് എന്താ പറയുക, കത്തിപ്പോവും. ഇനി അതിൻ്റെ സുലഭ് ഇൻ്റർനാഷണൽ മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വാട്ടർ മ്യൂസിയം ഉണ്ട്. അവിടെ അത്രയ്ക്ക് കാണാനില്ല. പിന്നെ നിങ്ങളിത് ഫ്രീ ആണ് കേട്ടോ. ഇപ്പോൾ എപ്പോഴെങ്കിലും ദില്ലി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 to 20 minutes യാത്രയേ ഉള്ളൂ. നമുക്ക് ഓപ്പൺ എയർ മ്യൂസിയം ഉണ്ട്. അത്യാവശ്യം നല്ല പിക്സൊക്കെ എടുക്കാം. അകത്ത് ഇതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഇൻഫോർമേറ്റീവായിട്ട് കാണാൻ പറ്റും. ഇത് ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. കുറച്ച് ചെറുതായിട്ടുള്ള ഒരു ഇന്ത്യൻ വാഷ്റൂം, ഇന്ത്യൻ ടോയ്ലറ്റ് വെച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, ഓരോരോ ബ്രിക്ക് ലൈൻ, നമ്മുടെ പഴയ ഓരോ കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ബൈ.